നെക്സ്റ്റ് മൊഡ്യൂളാണ് നമ്മൾ നോക്കുന്നത്, 4th മൊഡ്യൂൾ. ഓക്കെ, അതിൽ കാനിസ് മെത്തേഡ് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ഇപ്പം നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത്, ഏതൊക്കെ മെത്തേഡ്സാണ് പഠിച്ചിട്ടുള്ളത്? സ്ലോപ്പ് ഡിഫ്ലക്ഷൻ മെത്തേഡ് പഠിച്ചു, പിന്നെ മൊമെൻറ്റ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡ് പഠിച്ചു, പിന്നെ ഇപ്പോൾ കാനിസ് മെത്തേഡ്. ഓക്കെ, മൊമെൻറ്റ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡ് നമ്മൾ എന്താണ് ചെയ്തത്? ഫസ്റ്റ് നമ്മൾ ഫിക്സ്ഡ് ആൻഡ് മൊമെൻറ്റ്സ് എല്ലാം കണ്ടുപിടിച്ചു, അതിനുശേഷം നമ്മൾ ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ കണ്ടുപിടിച്ചു ആണല്ലോ. എന്നിട്ട് നമ്മൾ ടാബുലേഷൻ വരച്ചിട്ടാണ് നമ്മൾ മൊമെൻറ്റ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡ് ചെയ്തത്. ഈ കാനിസ് മെത്തേഡിൽ എന്താ ഡിഫറൻസ് എന്ന് വെച്ചാൽ, ഇതിലും എന്താണ്, ആദ്യം നമ്മൾ ഫിക്സ്ഡ് ആൻഡ് മൊമെൻറ്റ്സ് കണ്ടുപിടിക്കും, പിന്നെ ഇവിടെ നമ്മൾ കണ്ടുപിടിക്കുന്നത് റൊട്ടേഷൻ ഫാക്ടറാണ്. ഓക്കെ, റൊട്ടേഷൻ ഫാക്ടറാണ് നമ്മൾ ഇവിടെ കണ്ടുപിടിക്കുന്നത്. പിന്നെ ഇപ്പം നമുക്ക് ഈ പ്രോബ്ലം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ചെയ്തു പോവാം. ഓക്കെ, ആദ്യം ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? കാൽക്കുലേഷൻ ഓഫ് FEMs. ഓക്കെ, ആദ്യം MFAB ലോഡിങ്സിൻ്റെ എല്ലാം നിങ്ങൾക്ക് അറിയാമല്ലോ എങ്ങനെ MFAB, MFBA, MFBC, MFCB, MFCD, MFDC ഒക്കെ കണ്ടുപിടിക്കാൻ എങ്ങനെയെന്ന് അറിയാം. അതൊന്നും ഞാൻ ഇവിടെ പറയുന്നില്ല, ജസ്റ്റ് വാല്യൂസ് എഴുതുവാണ്. ഓക്കെ, MFAB നമുക്ക് കിട്ടുന്നത് -35.56 ആണ്. പിന്നെ MFBA എന്ന് പറയുന്നത് 17.78 kN മീറ്റർ. പിന്നെ MFBC എന്ന് പറയുന്നത് നമുക്ക് -66.67 kN മീറ്റർ കിട്ടും. പിന്നെ MFCB എന്ന് പറയുന്നത് 66.67 kN മീറ്റർ. പിന്നെ MFCD എന്ന് പറയുന്നത് -20 kN മീറ്റർ. ഓൾസോ MFDC എന്ന് പറയുന്നത് 20 kN മീറ്റർ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് കണ്ടുപിടിച്ചു, അതായത് FEMs, എല്ലാ FEMs നമ്മൾ കണ്ടുപിടിച്ചു. നെക്സ്റ്റ് സ്റ്റെപ്പാണ് കാൽക്കുലേഷൻ ഓഫ് റൊട്ടേഷൻ ഫാക്ടർ. ഈ റൊട്ടേഷൻ ഫാക്ടർ കണ്ടുപിടിക്കാൻ നമുക്കൊരു ഫോർമുലയുണ്ട്. ഓക്കെ, ഈ ഫോർമുല എന്ന് പറയുന്നത്, റൊട്ടേഷൻ ഫാക്ടറിൻ്റെ ഫോർമുല എന്ന് പറയുന്നത് -12 ഇൻറ്റു സ്റ്റിഫ്നെസ് ബൈ സമ്മേഷൻ ഓഫ് സ്റ്റിഫ്നെസ്. സ്റ്റിഫ്നെസ് ബൈ സമ്മേഷൻ ഓഫ് സ്റ്റിഫ്നെസ്, ഈ ടേം നമുക്കറിയാം ഇതെന്താണ്, ആക്ച്വലി ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടറാണ് ആണല്ലോ. അപ്പോൾ -12 ഓഫ് ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടറാണ് നമ്മുടെ റൊട്ടേഷൻ ഫാക്ടർ എന്ന് പറയുന്നത്. ഓക്കെ, ഇത് നമ്മൾ ടാബ്ലറ്റ് ചെയ്തിട്ടാണ് എഴുതുന്നത്. അപ്പോൾ ഞാൻ ടാബ്ലറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ ടാബുലർ കോളം വരച്ചു, ജോയിൻസ് എല്ലാം എഴുതി, ബിയും സിയും എഴുതി, മെമ്പേഴ്സ് BA BC CB CD എഴുതി. ഇനി ഓരോ മെമ്പേഴ്സിൻ്റെയും നമ്മൾ സ്റ്റിഫ്നെസ് ഫാക്ടേഴ്സ് കണ്ടുപിടിക്കുക. ഓക്കെ, ഇപ്പോൾ BA മെമ്പറിന് സ്റ്റിഫ്നെസ് ഫാക്ടർ എന്താ വരും, കണ്ടീഷൻ എന്ത് വരും? 4EI/L ആണ് വരുന്നത്. അപ്പോൾ ഇവിടെ 4EI/L. 4I ഇവിടെ നമുക്ക് ഇവിടെ ക്രോസ് സെക്ഷൻ 1.5 തന്നിട്ടുണ്ട്. അപ്പോൾ 4 ഇൻറ്റു E ഇൻറ്റു 1.5 ഡിവൈഡഡ് ബൈ L. L എന്ന് പറയുന്നത് 3, വിച്ച് ഇസ് ഈക്വൽ ടു 2EI ആണ് കിട്ടുന്നത്. ഓക്കെ, അതേപോലെ BCക്ക് എന്താണ് സ്റ്റിഫ്നെസ് കണ്ടീഷൻ? ഇവിടെ കണ്ടിന്യൂസ് ബീം ആയതുകൊണ്ട് 4EI/L. ഓക്കെ, അതേപോലെ നെക്സ്റ്റ് CB എടുക്കുമ്പോഴും B ഇവിടെ കണ്ടിന്യൂസ് ബീം അതില്ലെങ്കിൽ ഇൻ്റർമീഡിയറ്റ് ജോയിൻ്റ് ആയതുകൊണ്ട്, ഓക്കെ, സപ്പോർട്ട് ആയതുകൊണ്ടാണ് ഇവിടെയും 4EI/L. പിന്നെ CD വരുമ്പോഴത്തേക്ക് ഇത് ഫാർ ആൻഡ് ഫിക്സ്ഡ് ആണ്, അപ്പോൾ 4EI/L. അപ്പോൾ എല്ലാം നമുക്കിവിടെ 4EI/L ആണ് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ 4EI/L. ഇവിടെ നമുക്ക് 2EI ആണ് കിട്ടുന്നത്. ഇവിടെ 4EI/L. ഇവിടെ 2EI. ഇവിടെ 4EI/L. ഇവിടെ നമുക്ക് EI. ഇവിടെ ലെങ്ത്തും ഐയും വേണം നമ്മൾ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, നെക്സ്റ്റ് സമ്മേഷൻ K, ഇത് പ്ലസ് ഇത്. ഇവിടെ എത്ര നമുക്ക് കിട്ടുന്ന 4EI. അതേപോലെ ഇവിടെ 3EI. നെക്സ്റ്റ് K ബൈ സമ്മേഷൻ K. അപ്പോൾ നമുക്കിവിടെ 0.5, 0.67, 0.33 കിട്ടും. ഓക്കെ, ഇനി നമ്മൾ റൊട്ടേഷൻ ഫാക്ടർ എന്ന് പറയുന്നത് എന്താണ്? -12 ഓഫ് K ബൈ സമ്മേഷൻ K. അപ്പോൾ ഈ ഫോർമുല സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് റൊട്ടേഷൻ ഫാക്ടർ കിട്ടും. ഇവിടെ നമുക്ക് കിട്ടുന്നത് -0.25ഉം ഇവിടെ -0.25ഉം
ഇവിടെ -0.33, ഓൾസോ ഇവിടെ -0.17. അങ്ങനെ നമ്മൾ എല്ലാ മെമ്പേഴ്സിൻ്റെയും റൊട്ടേഷൻ ഫാക്ടർ കണ്ടുപിടിച്ചു. ഇനിയാണ് നമ്മൾ റൊട്ടേഷണൽ കോൺട്രിബ്യൂഷൻ ചെയ്യുന്നത്. ഇതാണ് നമ്മുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് കാൽക്കുലേഷൻ ഓഫ് റൊട്ടേഷണൽ കോൺട്രിബ്യൂഷൻ. ഓക്കെ, ഈ റൊട്ടേഷണൽ കോൺട്രിബ്യൂഷൻ പറയുന്നത് എന്താണുള്ളത് ഞാൻ ചെയ്യുമ്പോൾ പറഞ്ഞു തരാം. ഓക്കെ, എന്താണുള്ളത്. അപ്പോൾ ഇതിന് നമുക്കൊരു ഫിഗർ വരയ്ക്കണം. ഞാൻ വരച്ച് കാണിച്ചു തരാം. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ ഫിഗർ വരയ്ക്കേണ്ടത്. അതായത് ജോയിൻസിന് ഇവിടെ നമുക്ക് ഏതൊക്കെ ജോയിൻസ് ആണുള്ളത്? ബിയും സിയും ആണ്. ഈ ബിയും സിയിൽ നമ്മൾ ഇതുപോലത്തെ ബോക്സ് വരയ്ക്കും കേട്ടോ. ഇതുപോലത്തെ ബോക്സ് വരച്ചിട്ട് വേണം നമ്മൾ ചെയ്യാൻ. അപ്പോൾ ഈ ബോക്സിൽ എവിടെയൊക്കെ എന്തൊക്കെ എഴുതേണ്ടതെന്ന് ഞാൻ പറയാം. ഫസ്റ്റ് എ ബി മെമ്പർ. ഓക്കെ, ഈ ലൈൻ ഉണ്ടല്ലോ, ഈ ലൈനിൻ്റെ അവിടെയാണ് നമ്മൾ FEMs എഴുതുന്നത്. അപ്പോൾ MFAB നമുക്ക് എത്ര കിട്ടിയത്? -35.56. അപ്പോൾ MFAB വരുമ്പോഴത്തേക്ക് ഇവിടെ വേണം MFAB നമ്മൾ എഴുതാൻ വേണ്ടത് -35.56. ഓക്കെ, നെക്സ്റ്റ് MFB എത്ര നമുക്ക് കിട്ടിയത്? 17.78. അത് ഇവിടെയാണ് എഴുതേണ്ടത്, 17.78. ഓക്കെ, MFABയുടേത് ഇവിടെയും BAയുടേത് ഇവിടെയും. ഓക്കെ, അതേപോലെ BCയുടേത് ഇവിടെ, CBയുടേത് ഇവിടെ, CDയുടേത് ഇവിടെയും, DCയുടേത് ഇവിടെയും. അങ്ങനെ എല്ലാം എഴുതാം. ഓക്കെ, അപ്പോൾ BC നമുക്ക് കിട്ടിയത് -66.67, CB നമുക്ക് കിട്ടിയത് 66.67, പിന്നെ CD നമുക്ക് കിട്ടിയത് -20യും, പിന്നെ DC നമുക്ക് കിട്ടിയത് 20. ഓക്കെ ആണല്ലോ. അപ്പോൾ നമ്മൾ എല്ലാ FEMs മാർക്ക് ചെയ്തു. ഇനി നെക്സ്റ്റ് ആണ് വേണ്ടത് നമ്മുടെ റൊട്ടേഷണൽ ഫാക്ടർ. റൊട്ടേഷണൽ ഫാക്ടർ എവിടെ മാർക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഏതൊക്കെയാണ് മെമ്പേഴ്സിനുള്ളത്? BA മെമ്പേഴ്സ് എന്ന് പറയുന്നത് ഈ സൈഡാണ് BA വരുന്നത്. അപ്പോൾ ഈ സ്പേസിലാണ് നമ്മൾ റൊട്ടേഷണൽ ഫാക്ടർ ഫോർ മെമ്പർ BA എഴുതുന്നത്. എത്രയാണ്? -0.25. അപ്പോൾ ഇവിടെ -0.25 എഴുതാം. ഓക്കെ ആണല്ലോ. ഇനി നെക്സ്റ്റ് BCയുടെ എത്രയാ? -0.25. അപ്പോൾ BC ഇങ്ങോട്ടല്ലേ പോകുന്നത്, അപ്പോൾ ഈ കോളമിൽ എഴുതാം. എത്രയാണ് നമുക്ക് കിട്ടിയത്? -0.25. അവിടെയും -0.25 ആണ്, -0.25. നെക്സ്റ്റ് CBയുടേത് ഇവിടെ എഴുതാം. ഓക്കെ, -0.33. നെക്സ്റ്റ് CD -0.17. അപ്പോൾ നമ്മൾ അതും മാർക്ക് ചെയ്തു. ഇനി നെക്സ്റ്റ് എന്താണ്? ഇവിടെ നമ്മൾ ഒരു ടേം ഫിൽ ചെയ്യാനുണ്ട്. അതായത് നമ്മുടെ ഈ FEMs, ഈ രണ്ട് FEM ഉണ്ടല്ലോ, അത് ആഡ് ചെയ്യുക. അത് ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂസ് ആണ്. അപ്പം ഇത് പ്ലസ് ഇത് എന്താണോ അത് ഇവിടെ എഴുതുക. അതായത് 17.78 -66.67. ആ വാല്യൂ എത്ര അത് എഴുതുക. അതായത് നമുക്ക് -48.89. ഓക്കെ, അതേപോലെ 66.67 -20, 46.67. അപ്പോൾ നമ്മൾ എല്ലാം എഴുതി കഴിഞ്ഞു. ഇനിയാണ് നമ്മൾ റൊട്ടേഷണൽ കോൺട്രിബ്യൂഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതിന് നമ്മൾ 5 ഇറ്ററേഷൻസ് ആണ് എടുക്കുന്നത്. ഓക്കെ, 5 പ്രാവശ്യം എന്നല്ല, 4 ടൈംസും ആവാം, 5 ടൈംസും ആവാം. അത് നിയറസ്റ്റ് വാല്യൂ സെയിം വരുന്നത് പോലെയാണ്. അത് ഞാൻ പറഞ്ഞു തരാം എങ്ങനെയാണെന്ന്. അപ്പോൾ ഇവിടെ ഒരു വര വരയ്ക്കാം, നമുക്ക് ഒരു ലൈൻ വരയ്ക്കാം. ഓക്കെ, ഇനി എങ്ങനെ ചെയ്യണമെന്ന് വെച്ചാൽ ഫസ്റ്റ് നമുക്ക് ഇറ്ററേഷൻ 1 എടുക്കാം. ഓക്കെ, ഇറ്ററേഷൻ 1. ഇവിടെ നമ്മൾ റൊട്ടേഷണൽ കോൺട്രിബ്യൂഷൻ കണ്ടുപിടിക്കുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ റൊട്ടേഷൻ ഫാക്ടർ ഇൻടു summation of FEMs at joint plus summation of rotational contribution from far end. ഇതാണ് ഫോർമുല. ഇങ്ങനെയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അതായത് നമ്മുടെ ഫസ്റ്റ് നമ്മൾ M-BA നോക്കുക. അതായത് ഈ ജോയിൻറ്റ്സ് മാത്രമാണ് നമ്മൾ ഈ
റൊട്ടേഷണൽ കോൺട്രിബ്യൂഷൻ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, ഇവിടെ ജോയിൻസ് ഏതൊക്കെയാണ്? ബി എ ആണ്. അപ്പോൾ മെമ്പേഴ്സ് ഏതൊക്കെയാണ് വരുന്നത്? ബി എ വരും, ബി സി വരും. അതേപോലെ സി ജോയിന്റിന് സി ബി വരും, സി ഡി വരും. ഓക്കെ, ഫസ്റ്റ് എം ഡാഷ് ബി എ ഇങ്ങനെയാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. ഓക്കെ, എം ഡാഷ് ബി എ എന്ന് പറയുന്നത് അപ്പോൾ ആർ എഫ് റൊട്ടേഷണൽ ഫാക്ടർ, അതായത് ബി എയുടെ റൊട്ടേഷണൽ ഫാക്ടർ നമുക്ക് എത്ര കിട്ടിയത്? ഇവിടെ നോക്കി, ഈ ഫിഗർ നോക്കിയാൽ മതി. ഓക്കെ, ബി എയുടേത് റൊട്ടേഷണൽ ഫാക്ടർ -0.25. അപ്പോൾ -0.25 ഇൻറ്റു നെക്സ്റ്റ് സമ്മേഷൻ ഓഫ് എഫ് ഇ എം അറ്റ് ദ ജോയിന്റ്. ഈ ജോയിന്റ് ആണ് നമ്മൾ നോക്കുക. അപ്പോൾ ഈ ജോയിന്റിലെ സമ്മേഷൻ ഓഫ് എഫ് ഇ എം എത്രയാണ് നമ്മൾ ഇവിടെ എഴുതി വെച്ചേക്കുന്നത്? -48.89. അപ്പോൾ അത് എഴുതാം, -48.89 പ്ലസ് നെക്സ്റ്റ് എന്താണ്? സമ്മേഷൻ ഓഫ് റൊട്ടേഷണൽ കോൺട്രിബ്യൂഷൻ ഫ്രം ദ ഫാർ എൻഡ്. അതായത് ഈ ബിക്ക് നമ്മുടെ ഫാർ എൻഡ് ഏതൊക്കെയാണ്? എയും സിയും ആണ്. അപ്പോൾ അതിൻ്റെ റൊട്ടേഷണൽ കോൺട്രിബ്യൂഷൻ ആണ് നമ്മൾ നോക്കേണ്ടത്. ഇതിപ്പം ഈ എൻഡ് എ എന്താണ്? ഈ എൻഡ് എ ഫിക്സ്ഡ് ആണ്. അപ്പോൾ ഫിക്സ്ഡ് ആകുമ്പോഴത്തേക്ക് ഇവിടെ റൊട്ടേഷൻ ഉണ്ടാകത്തില്ല. ഓക്കെ, ഇവിടെ റൊട്ടേഷൻ 0 ആയിരിക്കും. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് ഇവിടുത്തെ എഴുതാം. അപ്പോൾ ഇവിടെ 0 ആണ് നമ്മുടെ ഇവിടുത്തെ ഫാർ എൻഡ്, ഇവിടുത്തെ റൊട്ടേഷൻ 0 ആണ്. അതേപോലെ ഇവിടുത്തെ റൊട്ടേഷന് ഇവിടെ ഉണ്ട് വാല്യൂ, പക്ഷേ നമുക്കിപ്പം ഈ ഫസ്റ്റ് സ്റ്റെപ്പ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഇവിടെ വാല്യൂ കിട്ടത്തില്ല. അപ്പോൾ ഇവിടെ നമ്മൾ 0 ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അവിടെയും 0. ഓക്കെ ആണല്ലോ. എന്നിട്ട് ഇത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് 12.22 കിലോ ന്യൂട്ടൺ മീറ്റർ കിട്ടും. അങ്ങനെ നമ്മൾ എം ഡാഷ് ബി എ കണ്ടുപിടിച്ചു. ഓക്കെ, ഇനി നെക്സ്റ്റ് എം ഡാഷ് ബി സി. എം ഡാഷ് ബി സി എടുക്കുമ്പോൾ എം ഡാഷ് ബി സി എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ആർ എഫ് എത്രയാണ്? ഇവിടെ -0.25 ഇൻറ്റു ഇത് എഫ് ഇ എമ്മിൻ്റെ സമ്മേഷൻ -48.89 പ്ലസ് ബി സി എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണ് ഫാർ എൻഡ് വരുന്നത്? ഇതും. അപ്പോൾ ബി സിയിൽ എന്താണ്? ഇവിടെയും 0 ആണല്ലോ. അപ്പോൾ ഇവിടെയും 0, അതേപോലെ ഇവിടെയും 0. അപ്പോൾ ഇവിടെയും നമുക്ക് 12.22 കിലോ ന്യൂട്ടൺ മീറ്റർ ആണ് കിട്ടുന്നത്. ഓക്കെ, നൗ നെക്സ്റ്റ് എം ഡാഷ് സി ബി. ഇതെടുക്കുക, സി ബി. അപ്പോൾ ഇവിടെ -0.33 ആണ് നമ്മുടെ ആർ എഫ് എന്ന് പറയുന്നത്. -0.33 ഇൻറ്റു എഫ് ഇ എമ്മിൻ്റെ സമ്മേഷൻ എത്രയാണ് ഇവിടെ ഉള്ളത്? 46.67. അപ്പോൾ 46.67. അപ്പോൾ ഇതിൻ്റെ ഫാർ എൻഡ്സ് എന്നൊക്കെ പറയുന്നത് ബിയും ഡിയും ആണല്ലോ. അപ്പോൾ സി ബി ആണ് എടുക്കുന്നത്. അപ്പോൾ ബിയും ഡിയും. അപ്പോൾ ഇവിടുത്തെ ഫാർ എൻഡ് നമ്മൾ ഇവിടെ എഴുതണം കേട്ടോ, ഞാൻ എഴുതിയില്ല. അപ്പോൾ എം ബി എക്ക് നമ്മൾ കിട്ടിയത് എത്രയാണ്? 12.22. ഇവിടെ എഴുതണം കേട്ടോ, 12.22. അതേപോലെ എം ഡാഷ് ബി സിക്ക് നമുക്ക് കിട്ടിയത് 12.22 ആണ്. അപ്പോൾ ഇവിടെയും 12.22. 12.22 ഇവിടെയും 12.22. അപ്പോൾ ഇവിടെ നമുക്ക് എം ഡാഷ് സി ബിയിൽ നമുക്ക് ഇവിടെ ഫാർ എൻഡിൽ നമുക്ക് വാല്യൂ ഉണ്ട്. എത്രയാണ്? 12.22. അത് നമ്മൾ എഴുതാം. പ്ലസ് 12.22 പ്ലസ് ഡി. ഇവിടെ 0 ആണ്. ഇവിടെ എന്തിനാണ് 0? ഫിക്സ്ഡ്. അപ്പോൾ ഇവിടെ റൊട്ടേഷൻ ഉണ്ടാകത്തില്ല. റൊട്ടേഷൻ 0 പ്ലസ് 0. അപ്പോൾ ഇവിടെ നമുക്ക് -19.43 കിട്ടും. ഓക്കെ ആണല്ലോ. അതും ഇവിടെ മാർക്ക് ചെയ്യാം. -19.43 ഇവിടെ വരും. -19.43. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് എം ഡാഷ് സി ബി കഴിഞ്ഞ് ഇനി സി ഡി വരുമ്പം ഇവിടുത്തെ എന്താണ് ആർ എഫ് നമുക്ക് കിട്ടിയത് ഉള്ളത്? -0.17 ഇൻറ്റു 46.67. വീണ്ടും ഫാർ എൻഡ് എത്രയാണ്? ഇവിടെ സി ഡി എടുക്കുമ്പോൾ ആദ്യം ഡിയിലുള്ളത് എഴുതുക. ഓക്കെ, അപ്പോൾ 0 പ്ലസ് 12.22. ഓക്കെ ആണല്ലോ. വിച്ച് ഇസ് ഈക്വൽ ടു -10.01 ആണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ ആണല്ലോ. ഇങ്ങനെയാണ് നമ്മൾ ഫസ്റ്റ് ഇറ്ററേഷൻ ചെയ്തത്. ഇനി സെക്കൻഡ് ഇറ്ററേഷൻ അതേപോലെ ചെയ്യുക. ഇവിടെ നമുക്ക് എത്രയാണ് കിട്ടിയത് അത് എഴുതണം. -10.01. ഓക്കെ, ഇനി സെക്കൻഡ് ഇറ്ററേഷൻ ഇതേപോലെ തന്നെ സെക്കൻഡ് സൈക്കിൾ ഒന്നുകൂടെ ചെയ്യുക, അത്രേ ഉള്ളൂ. ഓക്കെ, ഇറ്ററേഷൻ നമ്പർ 2. ഇവിടെ സെയിം ഫോർമുല തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ വീണ്ടും എം ഡാഷ് ബി എ
എം ഡാഷ് ബി എ ഇസ് ഈക്വൽ ടു മൈനസ് 0.25 RF ഇൻറ്റു എന്താണ് നെക്സ്റ്റ് സമ്മേഷൻ ഓഫ് എഫ് ഇ എം മൈനസ് 48.89. പിന്നെ ഇതിൻ്റെ ഫാരൻസ് ഏതൊക്കെയാണ്? എയും സിയും ആണല്ലോ. അപ്പോൾ എൻ്റെ അവിടെ 0 ആണ്, അത് 0 തന്നെ ആയിരിക്കും, എപ്പോഴും 0 ഫിക്സ്ഡ് ആയതുകൊണ്ട് 0 തന്നെ ആയിരിക്കും. പിന്നെ സിയുടെ അവിടെ നമുക്ക് കിട്ടിയിട്ടുണ്ട്, എത്രയാണ്? മൈനസ് 19.43. ഓക്കെ, അതെത്ര നമുക്ക് കിട്ടുന്നത്? 17.08 കിട്ടും. അത് ഇവിടെ എഴുതാം. ബി എയിലാണ് നമുക്ക് കിട്ടിയത്. ഓക്കെ, അപ്പോൾ ഇവിടെയാണ് വരുന്നത് 17.08. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് വീണ്ടും എം ഡാഷ് ബി സി. എം ഡാഷ് ബി സിയിൽ വീണ്ടും മൈനസ് 0.25 ഇൻറ്റു മൈനസ് 48.89. സിയിലുള്ളത് എന്താണ്? മൈനസ് 19.43. അതേപോലെ എയിലുള്ളത് 0 പ്ലസ് 0. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് 17.08 കിട്ടും. നെക്സ്റ്റ് എം ഡാഷ് സി ബി. സി ബി ഇതാണ് എടുക്കുന്നത്. അപ്പോൾ ഇവിടെ മൈനസ് 0.33 ഇൻറ്റു എഫ് ഇ എമ്മിൻ്റെ സമ്മേഷൻ 46.67. ബി സിയിൽ എത്രയാണ് കിട്ടിയത്? 17.08. ഓക്കെ, അപ്പോൾ സി വരുമ്പോഴത്തേക്ക് ഏതൊക്കെയാണ്? ഇതും ഇതും. അപ്പോൾ ബിയിലുള്ളത് എത്രയാണ് നമുക്ക് റൊട്ടേഷൻ ഫാക്ടർ ഉള്ളത്? റൊട്ടേഷൻ ഫാക്ടർ റൊട്ടേഷണൽ കോൺട്രിബ്യൂഷൻ എത്രയാണ്? 17.08. അതേപോലെ ഡിയിൽ 0 പ്ലസ് 0. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇവിടെ നമുക്ക് മൈനസ് 21.04 കിട്ടും. അതേപോലെ എം ഡാഷ് സി ഡിയും കണ്ടുപിടിക്കുക. മൈനസ് 0.17, ഇവിടെ മൈനസ് 0.17 ഇൻറ്റു 46.67. ഇതിൻ്റെ ഫാരൻസ് വീണ്ടും ഇതും തന്നെയാണ്. അപ്പോൾ ഇവിടെ 0 ആണ്, പ്ലസ് 0, ഇവിടെ പ്ലസ് 17.08. ഓക്കെ, അപ്പോൾ നമുക്ക് വീണ്ടും എത്ര കിട്ടും? മൈനസ് 10.84 കിട്ടും. ഓക്കെ, ഇവിടെ നമുക്ക് എത്ര കിട്ടിയത്? മൈനസ് ഇത് 21.04, പിന്നെ ഇവിടെ മൈനസ് 10.84. അങ്ങനെ നമ്മൾ സെക്കൻഡ് ഇറ്ററേഷനും ചെയ്തു. ഇനി തേർഡ് ഇറ്ററേഷൻ 3. ഇത് എതുവരെ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മുടെ ഈ വാല്യൂസ് ഉണ്ടല്ലോ, ഇപ്പോൾ നോക്ക് 12.22. നെക്സ്റ്റ് വാല്യൂ നമുക്ക് എത്ര കിട്ടിയത്? 17.08. ഒരുപാട് ഡിഫറൻസ് ഉണ്ട്. ഇവിടെ എല്ലാം ഒരുപാട് ഡിഫറൻസ് ഉണ്ട്. ഇവിടെ പിന്നെയും വേണ്ടിയില്ല. ഓക്കെ, അപ്പോൾ ഈ മേളത്തെയും താഴത്തെയും വാല്യൂസ് ഓൾമോസ്റ്റ് സിമിലർ ആകുമ്പോഴത്തേക്ക് നമുക്ക് ഇറ്ററേഷൻ സ്റ്റോപ്പ് ചെയ്യാം. ഓക്കെ, ഇതിപ്പോൾ ഒരുപാട് ഡിഫറൻസ് ഉണ്ട്, അതും നമ്മൾ നെക്സ്റ്റ് ഇറ്ററേഷനിൽ പോവുകയാണ്. ഓക്കെ, ഇതും വീണ്ടും അതുപോലെ തന്നെയാണ് റിപ്പിറ്റേഷൻ ചെയ്യുക. ഇവിടെ ഈ ഫാരൻസിൽ വരുന്ന റൊട്ടേഷണൽ കോൺട്രിബ്യൂഷൻസ് വാല്യൂ മാത്രം മാറ്റം ഉണ്ടാവും, അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മാത്രം മതിയാവും. ഓക്കെ, വീണ്ടും എം ഡാഷ് ബി എ ചെയ്യുക. എം ഡാഷ് ബി എ ചെയ്യുമ്പോൾ വീണ്ടും മൈനസ് 0.25 ഇൻറ്റു മൈനസ് 48.89. ഇവിടെ 0, പിന്നെ ഇവിടെ നമുക്ക് കിട്ടിയത് മൈനസ് 21.04. ഓക്കെ, ഇറ്റ് ഈസ് ഈക്വൽ ടു എത്രയാണ്? 17.48 നമുക്ക് കിട്ടി. അത് ഇവിടെ എഴുതാം, 17.48. ഓക്കെ, നെക്സ്റ്റ് വീണ്ടും എം ഡാഷ് ബി സി. എം ഡാഷ് ബി സി വരുമ്പോൾ ഇവിടെ മൈനസ് 0.25 ഇൻറ്റു മൈനസ് 48.89. പിന്നെ സിയിലുള്ളത് എത്രയാണ്? മൈനസ് 21.04. നെക്സ്റ്റ് എയിലുള്ളത് 0 പ്ലസ് 0. അതേപോലെ ഇവിടെയും നമുക്ക് കണ്ടുപിടിക്കാം. 17.48 ആണ് ഇവിടെയും കിട്ടുന്നത്, അതും ഇവിടെ എഴുതാം, 17.48. മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് എം ഡാഷ് സി ബി. എം ഡാഷ് സി ബി ആണ് എടുക്കുന്നത്. അപ്പോൾ ഇവിടെ എന്താണ് ആർ എഫ് ഉള്ളത്? മൈനസ് 0.33 ഇൻറ്റു മൈനസ് 48.89, 46 ആണല്ലോ, പ്ലസ് ആണ്, പോസിറ്റീവ് വാല്യൂ ആണ്, 46.67. ആൻഡ് ഇൻ ദ ഫാർദർ എൻഡ്സ് ഇവിടെ ബിയിൽ എന്താണുള്ളത്? 17.48ഉം പിന്നെ ഡിയിൽ 0യും. ഇവിടെ 0 ആണ് കേട്ടോ, 0 ആണ്, വേണമെങ്കിൽ മാർക്ക് ചെയ്യാം, പ്ലസ് 0.
നമുക്ക് -21.17 കിട്ടും. ഓക്കെ, -21.17. നെക്സ്റ്റ് എം ഡാഷ് സി ഡി -0.17 ഇൻറ്റു 46.67 പ്ലസ് 0, പിന്നെ ഇത് പ്ലസ് 17.48. ഓക്കെ, വിച്ച് ഇസ് ഈക്വൽ ടു -10.91. അങ്ങനെ നമ്മൾ തേർഡ് ഇറ്ററേഷൻ ചെയ്തു -10.91. വേണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ തന്നെ നിർത്താവുന്നതേ ഉള്ളൂ, കുറച്ച് ഡിഫറൻസേ ഉള്ളൂ. ഓക്കെ, വേണമെങ്കിൽ ഒരു ഇറ്ററേഷൻ കൂടി ചെയ്യാം. ഓക്കെ, നമുക്ക് ഒരു ഇറ്ററേഷൻ കൂടി ചെയ്യാം. ഇറ്ററേഷൻ 4. ഓക്കെ, ഇതും അതുപോലെ തന്നെയാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, എം ഡാഷ് ബി എ ഞാൻ ജസ്റ്റ് വാല്യൂസ് എഴുതാം, അതോ ചെയ്യണമെങ്കിൽ ഞാൻ ചെയ്യാം, നോ പ്രോബ്ലം, ചെയ്യാം. എം ബി എ ആകുമ്പോൾ -0.25 ഇൻറ്റു സമ്മേഷൻ ഓഫ് ദ എഫ് ഇ എം -48.89. ഓക്കെ, എന്നിട്ട് ഫാരൻസ് ഇവിടെ 0യും ഇവിടെ -21.17. ഓക്കെ, പ്ലസ് 0 -21.17 is equal to 17.52. അതേപോലെ എം ഡാഷ് ബി സി വരുമ്പോഴത്തേക്ക് -0.25. ഇവിടെ ശ്രദ്ധിക്കണം, ഇത് നോക്കിയാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, ഇൻറ്റു -48.89. പിന്നെ സിയിലുള്ളത് എന്താണ് -21.17, എയിലുള്ളത് 0 പ്ലസ് 0, ഇവിടെ 17.52 ആണ്. ഓക്കെ, ഇതേപോലെ എം ഡാഷ് സി ബി ഇവിടെ നമുക്ക് -21.18 കിട്ടും. ഇതെല്ലാം മാർച്ച് ചെയ്യണം കേട്ടോ, മറക്കല്ലും. ഇവിടെ എത്ര കിട്ടിയത്? 17.52 ആണ് കിട്ടിയത്. പിന്നെ ഇവിടെ 17.52, ഇവിടെ നമുക്ക് -21.18. പിന്നെ നെക്സ്റ്റ് എം ഡാഷ് സി ഡി എന്ന് പറയുന്നത് നമുക്ക് -10.91 കിട്ടും. ഓക്കെ, -10.91. അങ്ങനെ ഇവിടേക്ക് നമ്മൾ സ്റ്റോപ്പ് ചെയ്തു. ഓക്കെ ആണല്ലോ. വേണമെങ്കിൽ ഇപ്പം ഇതിപ്പോൾ 17.48 ആണ് നമുക്ക് കിട്ടിയത്, നെക്സ്റ്റ് 17.52. അപ്പോൾ നെക്സ്റ്റ് സ്റ്റെപ്പും കൂടി വേണമെങ്കിൽ ചെയ്യാം. നെക്സ്റ്റ് സ്റ്റെപ്പ് ചെയ്യുവാണെങ്കിൽ, ഒരു ഇറ്ററേഷനും കൂടി ചെയ്യുവാണെങ്കിൽ നമുക്ക് ഈ സെയിം വാല്യൂ തന്നെ കിട്ടും, 17.52 17.52. അതേപോലെ -21.18 -10.91. ഇതിപ്പോൾ വലിയ ഡിഫറൻസ് ഒന്നും ഇല്ല, വേണമെങ്കിൽ നമുക്ക് ഇവിടെ തന്നെ സ്റ്റോപ്പ് ചെയ്യാം. അപ്പോൾ നമ്മുടെ മെമ്പർ ബി എയിലുള്ള റൊട്ടേഷണൽ കോൺട്രിബ്യൂഷൻ വാല്യൂ ആണ് ഈ 17.52. അതേപോലെ ഇവിടെ 17.52, പിന്നെ സി ബിയിൽ -21.18, പിന്നെ സി ഡിയിൽ -10.91. അപ്പോൾ നമ്മളെല്ലാ മെമ്പേഴ്സിൻ്റെയും റൊട്ടേഷണൽ കോൺട്രിബ്യൂഷൻ വാല്യൂസ് നമ്മൾ കണ്ടുപിടിച്ചു. ഓക്കെ, ഇനി നെക്സ്റ്റ് സ്റ്റെപ്പാണ് നമ്മുടെ ഫൈനൽ മൊമെൻറ്റ്സ് കണ്ടുപിടിക്കുന്നത്. ഫോർത്ത് എന്ന് പറയുന്നത് കാൽക്കുലേഷൻ ഓഫ് ഫൈനൽ മൊമെൻറ്റ്സ്. അപ്പോൾ ഇവിടെ ഫൈനൽ മൊമെൻറ്റ് കണ്ടുപിടിക്കാനും ഒരു ഫോർമുല ഉണ്ട്. അതായത് ഫൈനൽ മൊമെൻറ്റ് ഈക്വൽ ടു എഫ് ഇ എം ഫിക്സ്ഡ് എൻഡ് മൊമെൻറ്റ് പ്ലസ് 2 times ഓഫ് നിയർ റൊട്ടേഷണൽ കോൺട്രിബ്യൂഷൻ വാല്യൂ പ്ലസ് ഫാർ എൻഡ് റൊട്ടേഷണൽ കോൺട്രിബ്യൂഷൻ വാല്യൂ, അതാണ് പറയുന്നത്. ഓക്കെ, അതായത് ഫൈനൽ മൊമെൻറ്റ് എന്ന് പറയുന്നത് ഫിക്സ്ഡ് എൻഡ് മൊമെൻറ്റ് പ്ലസ് 2 times ഓഫ് നിയർ എൻഡ് റൊട്ടേഷണൽ കോൺട്രിബ്യൂഷൻ വാല്യൂ പ്ലസ് ഫാർ എൻഡ് റൊട്ടേഷണൽ കോൺട്രിബ്യൂഷൻ വാല്യൂ. ഓക്കെ, അത് ഞാൻ പറയാം എങ്ങനെയാണെന്ന് നോക്കുന്നത്. ഓക്കെ, അതായത് എം എ ബി, നമുക്ക് ഇപ്പം ഫസ്റ്റ് എം എ ബി വേണം, പിന്നെ ഏതിൻ്റെയൊക്കെ മൊമെൻറ്റ്സിന് വേണത്? എം എ ബി വേണം, എം ബി എ വേണം, പിന്നെ എം ബി സി വേണം, പിന്നെ എം സി ബി വേണം, പിന്നെ എം സി ഡി വേണം, പിന്നെ എം ഡി സി വേണം, ആണല്ലോ. ഇത് ഇത്രയാണ് നമുക്ക് വേണ്ടത്. ഓക്കെ, അപ്പോൾ എം എ ബിയുടെ എഫ് ഇ എം നമ്മൾ നോക്കുക. ഇവിടെ നോക്ക്, എം എ ബിയുടെ എഫ് ഇ എം എത്രയാണ്? -35.56. അത് എഴുതുക, -35.56. ഓക്കെ, നെക്സ്റ്റ് പ്ലസ് 2 times ഓഫ് നിയർ എൻഡ് റൊട്ടേഷണൽ കോൺട്രിബ്യൂഷൻ. അപ്പോൾ ഈ എ ബിയുടെ നിയർ എൻഡ് എന്ന് പറയുന്നത് ഈ എ ആണ്. ഓക്കെ, ഫാർ എൻഡ് എന്ന് പറയുന്നത് ബി ആണ്. അപ്പോൾ ഈ എ ബി എടുക്കുവാണെങ്കിൽ, ഓക്കെ, നിയർ എൻഡ് എയിലുള്ളത് എന്താണ്? വാല്യൂ 0 ആണ്. അപ്പോൾ 2 × 0 പ്ലസ്
ഫാർ എൻഡ് എന്ന് പറയുന്നത് 17.52 ഇത് രണ്ട് നോക്കിയാൽ മതി. ഓക്കെ, ഈ രണ്ട് ടേംസ് ആണ് നമ്മൾ നോക്കേണ്ടത്. ഇപ്പോൾ നിയർ എൻഡ് എന്ന് പറയുന്നത് എന്റെ നോക്കിയാൽ മതി, പിന്നെ ഫാർ എൻഡ് എന്ന് പറയുന്നത് ബിന്റെ നോക്കിയാൽ മതി. ഓക്കെ, അപ്പോൾ ഇത് ഈക്വൽ ടു ഇങ്ങനെ ആയിരിക്കും നമ്മൾ എഴുതുന്നത്, വിച്ച് ഇസ് ഈക്വൽ ടു -18.04 കിലോ ന്യൂട്ടൺ മീറ്റർ. ഓക്കെ, നമ്മൾ എ ബി കണ്ടുപിടിച്ചു. ഇനി നെക്സ്റ്റ് എം ബി എ ആകുമ്പോൾ എം ബി എയുടെ എഫ് ഇ എം എത്ര നമുക്ക് കിട്ടിയത്? എം ബി എയുടെ എഫ് ഇ എം 17.78. അപ്പോൾ 17.78 പ്ലസ് 2 ഇൻറ്റു ബി എ. അപ്പോൾ ഇത് നിയർ എൻഡും ഇത് ഫാർ എൻഡും ആണ്. അപ്പോൾ ബിന്റെ നിയർ എൻഡ് ബി എ ആണ് നോക്കുന്നത്. അപ്പോൾ ബി എ നോക്കുമ്പോൾ ഇതാണ് നിയർ എൻഡ് ആണല്ലോ. അപ്പോൾ 2 ഇൻറ്റു 17.52 പ്ലസ് ഫാർ എൻഡ് എന്ന് പറയുന്നത് ഇവിടെ 0 ആണ്. അപ്പോൾ 0. ഓക്കെ, വിച്ച് ഇസ് ഈക്വൽ ടു 52.82 കിലോ ന്യൂട്ടൺ മീറ്റർ നമുക്ക് കിട്ടും. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് എം ബി സി. അപ്പോൾ ബി സിയുടെ ഫിക്സ്ഡ് എൻഡ് മൊമെന്റ് ഇവിടെ ഉണ്ടല്ലോ. ബി സിയുടെ ഫിക്സ്ഡ് എൻഡ് മൊമെന്റ് ഇവിടെ -66.67 പ്ലസ് 2 ടൈംസ് നിയർ എൻഡ് ബിക്കുള്ള ബി സി ആണ് നോക്കുന്നത്. അപ്പോൾ ഈ രണ്ട് വാല്യൂസ് ആണ് നമ്മൾ നോക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ബി എത്രയാ? 17.52 പ്ലസ് ഫാർ എൻഡ് എന്ന് പറയുന്നത് സിൻ്റെത് -21.18. ഓക്കെ, വിച്ച് ഇസ് ഈക്വൽ ടു -52.81 കിലോ ന്യൂട്ടൺ മീറ്റർ. അതേപോലെ സി ബിക്ക് നമുക്ക് എത്രയാ? 66.67 ആണ് എഫ് ഇ എം, പിന്നെ പ്ലസ് 2 ടൈംസ് നിയർ എൻഡ് സിൻ്റെത് -21.18 പ്ലസ് ബി ആണ് നമ്മുടെ ഫാർ എൻഡ് എന്ന് പറയുന്നത്. എത്രയാ? 17.52 വിച്ച് ഇസ് ഈക്വൽ ടു 41.83 കിലോ ന്യൂട്ടൺ മീറ്റർ. അതേപോലെ സി ഡി വരുമ്പോൾ ഏതൊക്കെയാണ് നിയർ എൻഡ്സ് വരുന്നത്? സി ഡി ഇതും ഇവിടെ 0 ആണ്, പിന്നെ ഇവിടെ -10.91. അപ്പോൾ ഇവിടെ എഫ് ഇ എം എത്രയാ? -20 പ്ലസ് 2 ടൈംസ് നിയർ എൻഡ് ഇതാണ് -10.91 പ്ലസ് 0 വിച്ച് ഇസ് ഈക്വൽ ടു -41.82 കിലോ ന്യൂട്ടൺ മീറ്റർ. ഓക്കെ, സിമിലർലി എം ഡി സി എഫ് ഇ എം 20 പ്ലസ് 2 ടൈംസ് ഡിൻ്റെ നിയർ എൻഡ് 0. ഓക്കെ, പ്ലസ് ഇത് അപ്പോൾ -10.91 വിച്ച് ഇസ് ഈക്വൽ ടു 9.09 കിലോ ന്യൂട്ടൺ മീറ്റർ. അപ്പോൾ നമുക്ക് എല്ലാ മൊമെൻറ്റ്സും കിട്ടി. മൊമെൻറ്റ് എ ബി, ബി എ, ബി സി, സി ബി, സി ഡി, ഡി സി. അപ്പോൾ നമുക്ക് എല്ലാ മൊമെൻറ്റ് വാല്യൂസ് കിട്ടി. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പാണ് എന്താണ്? ഡ്രോയിങ് ബി എം ഡി. ഇങ്ങനെയാണ് നമ്മൾ കാനിസ് മെത്തേഡ് അപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ കണ്ടിന്യൂസ് ബീംസ് കാനിസ് മെത്തേഡ് വെച്ച് അനലൈസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം എന്താ നമ്മൾ ചെയ്തത്? ഫസ്റ്റ് എഫ് എം നമ്മൾ കണ്ടുപിടിച്ചു, എല്ലാ മെമ്പേഴ്സിൻ്റെ എഫ് എം നമ്മൾ കണ്ടുപിടിച്ചു. നെക്സ്റ്റ് റൊട്ടേഷണൽ ഫാക്ടർ നമ്മൾ കണ്ടുപിടിച്ചു. അതിൻ്റെ ഫോർമുല എന്ന് പറയുന്നത് -12 ഇൻറ്റു K/K ആണ്. നെക്സ്റ്റ് റൊട്ടേഷണൽ കോൺട്രിബ്യൂഷൻ വാല്യൂസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ വരച്ചത്. അത് ജോയിൻസിൽ നമ്മൾ ബോക്സ് വരച്ചു. പിന്നെ നമ്മുടെ ഫോർമുല എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ഫോർമുല എന്ന് പറയുന്നത് റൊട്ടേഷണൽ ഫാക്ടർ ഇൻറ്റു summation of FEM at the joint plus summation of rotational contribution value from the far end. അത് വെച്ച് നമ്മൾ 4 ഇറ്ററേഷൻസ് നമ്മൾ ചെയ്തു. അങ്ങനെ M-BA, M-BC, M-CB, M-CDയുടെ വാല്യൂസ് നമ്മൾ 4 ഇറ്ററേഷൻ ചെയ്തു, ഫൈനലൈസ് ചെയ്തു. ഏതൊക്കെയായിരുന്നു? ഇത് 4ആയിരുന്നു നമ്മൾ ഫൈനലൈസ് ചെയ്ത വാല്യൂസ്. എന്നിട്ട് ഈ 4 വാല്യൂസ് വെച്ചിട്ട് നമ്മൾ ഫൈനൽ മൊമെന്റ്സ് കണ്ടുപിടിച്ചു. ഫൈനൽ മൊമെന്റ്സിന്റെ ഫോർമുല എന്തായിരുന്നു? ഫൈനൽ മൊമെന്റ് ഇസ് ഈക്വൽ ടു FEM പ്ലസ് 2 ടൈംസ് ദ നിയർ എൻഡ് റൊട്ടേഷണൽ കോൺട്രിബ്യൂഷൻ വാല്യൂ പ്ലസ് ഫാർ എൻഡ് റൊട്ടേഷണൽ കോൺട്രിബ്യൂഷൻ വാല്യൂ. അങ്ങനെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് നമ്മൾ എല്ലാ മെമ്പേഴ്സിൻ്റെയും മൊമെന്റ്സ് കണ്ടുപിടിച്ചു. ഓക്കെ, അവസാനം എന്താ ചെയ്യുക? ബെൻഡിങ് മൊമെന്റ് വരയ്ക്കുക. ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം സിമിലർ സെയിം നമ്മൾ എങ്ങനെയാണ് ഇതുവരെ എല്ലാം വരച്ചത് അതുപോലെ തന്നെ നമുക്കിപ്പം വാല്യൂസ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ബെൻഡിങ് മൊമെന്റ് വരയ്ക്കാൻ ഈസി ആണല്ലോ. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ചെയ്യുന്നത്.
ഇപ്പോൾ നമ്മുടെ ഈ പ്രോബ്ലം എന്ന് പറയുന്നത് ഇവിടെ സിംപ്ലി സപ്പോർട്ടഡ് ആണ്, അതായത് ഫിക്സ്ഡ് അല്ല. സിംപ്ലി സപ്പോർട്ടഡ് ആയിരുന്നെങ്കിൽ എങ്ങനെ ചെയ്തേനായിരുന്നു? അത് നമ്മൾ എന്താണ് ഈ മൊമെന്റ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡിൽ നമ്മൾ അങ്ങനെ ചെയ്തു. എന്താ ചെയ്തത്? ഇപ്പൊ ഇവിടെ FEM വാല്യൂസ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഇവിടുത്തെ ആ മൊമെന്റ് നമ്മൾ 0 ആക്കും. ഓക്കെ, 0 എങ്ങനെ ആക്കുന്നത്? ഇപ്പം ഇവിടെ നമുക്ക് ഈ ജോയിന്റിൽ നമുക്ക് ഫോർ എക്സാമ്പിൾ 60 ആണ് കിട്ടിയെന്ന് വെച്ചോ, 60 ഓർ -60 ആണ് നമുക്ക് കിട്ടിയെന്ന് വെച്ചോ വാല്യൂ. അപ്പോൾ ബെൻഡിങ് മൊമെന്റ് 0 ആക്കാൻ വേണ്ടി നമ്മൾ -60 കൊടുക്കുക. ഓക്കെ, -60 കൊടുത്തിട്ട് ഈ ജോയിന്റിലോട്ട് ഇങ്ങോട്ടേക്ക് നമ്മൾ ക്യാരി ഓവർ ചെയ്യുക. അപ്പോൾ നമുക്ക് -30 കിട്ടും. അപ്പോൾ ഓക്കെ, അപ്പോൾ -30 പ്ലസ് ഈ ജോയിന്റിൽ എന്താ വാല്യൂ നമുക്കുള്ളത് അത് ആഡ് ചെയ്യുക. അങ്ങനെ നമ്മൾ ടോട്ടൽ മൊമെന്റ്സ് എത്രയാ, ടോട്ടൽ വാല്യൂ എത്രയാ അത് കണ്ടുപിടിച്ചിട്ടായിരുന്നു നമ്മൾ ചെയ്തത്. ഇവിടെയും അതുപോലെ തന്നെയാണ് ചെയ്യേണ്ടത്. അതുപോലെ ചെയ്തിട്ട് വേണം നമ്മൾ FEM കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ഈ പോർഷൻ നമുക്കൊന്നും ചെയ്യാൻ കാണില്ല. ഓക്കെ, ഇവിടെ 0 തന്നെ ആയിരിക്കും. ബാക്കിയുള്ള ഭാഗം പിന്നെ വീണ്ടും എന്താണ്, അപ്പോൾ നമുക്ക് എല്ലാം പുതിയ FEM വാല്യൂ അറ്റ് പോയിന്റ് C, അതായത് CD-യിൽ നമുക്ക് ഇവിടെ നമുക്ക് പുതിയ വാല്യൂ ആയിരിക്കും കിട്ടുന്നത്. ഓക്കെ, ഇവിടെ മാത്രമേ ചേഞ്ച് ആവത്തുള്ളൂ, ബാക്കി ചെയ്യുന്ന സ്റ്റെപ്സ് എല്ലാം സിമിലർ ആയിരിക്കും. ഓക്കെ ആണല്ലോ? അതേപോലെ തന്നെ ഇപ്പം ഓവർ ഹാങ്ങിങ് വന്നാലും സെയിം നമ്മൾ എന്തായിരുന്നു ചെയ്തത്? ഇപ്പോൾ ഓവർ ഹാങ്ങിങ് വന്നാലും ഇവിടെ സിംപ്ലി സപ്പോർട്ടഡ് ആണെങ്കിൽ പോലും ഈ ഓവർ ഹാങ്ങിൽ നിന്നുണ്ടാവുന്ന ഈ മൊമെന്റ് അതും നമ്മൾ ഇങ്ങോട്ട് ഇക്വിലിബ്രിയം ആക്കിയിട്ട് ക്യാരി ഓവർ ചെയ്യും. ഓക്കെ, ഇപ്പം മൊമെന്റ് ഡിസ്ട്രിബ്യൂഷന്റെ പ്രോബ്ലംസിൽ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു, അതേപോലെ തന്നെയാണ് സെയിം. ഓക്കെ, ഒരു മാറ്റവും ഇല്ല. ഇവിടം വരെ അങ്ങനെ ചെയ്തിട്ട് നെക്സ്റ്റ് സ്റ്റെപ്പ് തൊട്ട് വേണം നമ്മൾ ആസ് യൂഷ്വൽ പ്രൊസീജിയർ എന്താണ് റൊട്ടേഷണൽ ഫാക്ടർ തൊട്ട് കണ്ടുപിടിക്കുന്നത്. അത്രേ ഉള്ളൂ ചേഞ്ചസ്. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി.